ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ 3 തരം കറികളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും, പക്ഷെ ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുരിങ്ങയുടെ ഇലയുടെ കറിയാണ്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് മുരിങ്ങയുടെ ഇലയുടെ കറി. അപ്പോൾ ഞാൻ 3 വെറൈറ്റിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു 3 കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 2 വിധം കറി ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. സാധാരണ പിന്നെ ഒരു കറി നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കാറുള്ള കറിയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഞാനിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ നമ്മളിപ്പോൾ മഴക്കാലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് കാറ്റടിച്ചിട്ടൊക്കെ ഒടിഞ്ഞ് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് മുരിങ്ങയുടെ ഇലയൊക്കെ കിട്ടും. മൂത്ത ഇല കഴിയുന്നത് ഒഴിവാക്കുക, എന്നിട്ട് ഇളയ ഇല ലൈറ്റ് പച്ച ഇല എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യം മുരിങ്ങയുടെ ഇല നന്നാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒറ്റ ഇല ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, ഇതുപോലെ ഊരിയെടുത്താൽ മതി മുരിങ്ങയുടെ ഇല. ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്, ഒറ്റ ഇല ആക്കാറില്ല. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ അങ്ങനെ ഇതിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറിയിലൊക്കെ ചെറിയ ചെറിയ തണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ മുരിങ്ങേൻ്റെ ഇലേൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇല ഒറ്റ ആക്കി എടുക്കുന്നതിൽ നല്ല ടേസ്റ്റ് ഇതുപോലെ അടർത്തി എടുക്കുന്നതാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഒരു 5 മിനിറ്റ് മതി മുരിങ്ങേൻ്റെ ഇല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള പുഴുക്കളും അങ്ങനെ ബാക്ക് സൈഡിലുള്ള ആ ഇലകളൊന്ന് നന്നായിട്ട് തട്ടിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇല ഒന്ന് വേർതിരിച്ചെടുക്കാം. കണ്ടോ, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്ര ഇല വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ജോലീൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഇല തീർത്തെടുക്കാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത്. അതേ സമയത്ത് ഒടിച്ചു വരും, ആ സമയത്ത് തന്നെ നന്നാക്കി എടുക്കും, കറി വയ്ക്കും. ഒരു പാടുമില്ല ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ, അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിപ്പ് ഒന്നിച്ചാണ് വേവിക്കുന്നത്. 3 തരം കറിയിൽ ഞാൻ ഒന്നിച്ച് പരിപ്പ് ആദ്യം വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കറിയിൽ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം 1 കപ്പ് പരിപ്പ്, വെന്ത പരിപ്പ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ മുളക് പൊടി തീരെ ഇടുന്നില്ല. പിന്നെ ഒരു പിടി മുരിങ്ങയുടെ ഇല. അപ്പോൾ ആ മുരിങ്ങയുടെ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊരു അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഞാൻ പറഞ്ഞില്ല കീടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കഴുകണം. എന്നിട്ട് അത് ഒരു പിടി മുരിങ്ങയുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പിന്നെ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കറിയിൽ നമുക്ക് എത്ര ഉപ്പ് വേണം എന്ന് നോക്കിയിട്ട് അത്ര ഉപ്പിടുക. പിന്നെ നമുക്കൊരു 5 പച്ചമുളക് ഇടണം. പച്ചമുളക് ഞാൻ നെടുകെ ചീന്തിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ എത്ര വേണം പച്ചമുളക് എന്ന് വെച്ചാൽ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാവുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത്രയേ ഉള്ളൂ, നമ്മളെ മുരിങ്ങയുടെ ഇലയുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി വിട്ടുപോയി, വെളുത്തുള്ളി 2-3 അല്ലി ഇതുപോലെ പച്ചമുളകൊക്കെ നെടുകെ ചെയ്തതുപോലെ വെളുത്തുള്ളി ഇതുപോലെ നെടുകെ ചെയ്തിട്ട് അതും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് അത് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇതിലേക്കൊന്ന് പിടിക്കണം. അത്ര നേരം വെയിറ്റ് ചെയ്താൽ മതി. മുരിങ്ങയുടെ ഇലയ്ക്ക് അത്ര വേവൊന്നുമില്ല. ഒന്ന് ഇത് 3ഉം കൂടി മിക്സായിട്ട് ഒന്ന് വേവാനുള്ള ടൈം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മുരിങ്ങയുടെ ഇല കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കാറുള്ള കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന്, അപ്പോൾ നല്ല എരിവും, നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു വൈറ്റ് കറി ആയതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അതിലേക്കൊന്ന് വറവിടാം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇടാൻ നോക്കാം. കുറച്ച് കടുക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി നൈസാക്കി അരിഞ്ഞത്, അത് കുറച്ച് അതും ഇട്ട് കൊടുത്ത്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ചതച്ചിടണ്ട, ഇതുപോലെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി കുറച്ചൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ്, 1-1.5 സ്പൂണ് നാളികേരം, പച്ച നാളികേരം, നമ്മൾ ചെറിയ വെച്ച നാളികേരും, പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറത്തിൽ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതും കൂടി ഇതിലേക്ക് ഇട്ടാൽ നമ്മളെ ഫസ്റ്റ് കറി, സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കറീൻ്റെ കളറ് വൈറ്റ് കളറാണ് കേട്ടോ. വൈറ്റിലൊരു ഗ്രീൻ കളറാകുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ, അതുപോലെ ടേസ്റ്റുമാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് പരിപ്പ് ഇതുപോലെ ആവശ്യമുള്ള പരിപ്പ് വേവിച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മുരിങ്ങയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്നിച്ച് കഴുകി വെച്ചുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് കഴുകാനുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ, അല്ലാണ്ട് അത് ഒറ്റയൊറ്റയാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. അത് ഞാൻ ഇതിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് കൂട്ടാം. 2 കപ്പ് നാളികേരമാണ് എടുത്തത്, അതായത് ഒരു അരമുറി നാളികേരം, 2 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ജീരകം. അപ്പം ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ 2 ഉള്ളിയും ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഈ മുരിങ്ങയുടെ ഇലക്ക് ഒരുവിധം വെന്തിട്ടുണ്ടാവും. 2 പച്ചമുളകും കൂടി അതിലേക്ക് കീറിയിടുക. അത് എരിവിന് ഒന്നും കൂടി എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരപ്പത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നാളികേരം കൂട്ടിയാൽ ചിലവർക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ എന്തെങ്കിലും കുറച്ച് കുറവ് കാരണം ഉണ്ടാവും. എല്ലാ കറിയിലും വെക്കുമ്പോൾ നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു വിഷമവും വേണ്ട. ആ സമയത്ത് നിങ്ങൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ, ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിളച്ചിട്ടാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി കൊണ്ടോ മുളക് പൊടിൻ്റെ ഒരു കുത്തലും ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം ഇടാൻ നോക്കുക കേട്ടോ. പിന്നെ അതിലേക്കൊന്ന് വറവിടണം. കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ ഈ വറവൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നാടൻ കറി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല ഉള്ളി നന്നായിട്ടൊന്ന് ഞെരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് എന്നിട്ട് കുറച്ച് ലാസ്റ്റ് ഞാൻ ആ എണ്ണയിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ കറിയിലേക്ക് നല്ലൊരു കളറുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വറവിട്ടിട്ട് രണ്ടാമത്തെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുരിങ്ങയുടെ ഇല കറി തന്നെയാണ് ഞാൻ അപ്പോൾ കാണിച്ചത്. ഇനി നമ്മൾ മൂന്നാമത്തെ കറി, ഇതിൻ്റെ അമ്മമ്മ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതും നമ്മൾ ചോറ് ഒക്കെ വിളമ്പി വെക്കുന്ന സമയത്തോട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കഞ്ഞിവെള്ളം, നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞിവെള്ളം ഞാൻ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം, അതിന് ആവശ്യമുള്ള 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ ചോറൊക്കെ വാർത്ത് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ കറിക്ക് കുറച്ച് ഒരു കട്ടി ഉണ്ടാവും. അതുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് ഒരു പിടി മുരിങ്ങയുടെ ഇലയിട്ട് മുരിങ്ങയുടെ ഇല ഒന്ന് വെന്ത് ഒന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതുക്കുക കേട്ടോ. അരിയല്ല, ചതുക്കി എടുക്കിയിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് അത് ഓഫ് ചെയ്തിടുക കേട്ടോ. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറവിന് കടുകും ഇതുപോലെ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് വറ്റൽമുളക് ഇല്ലേ, നമ്മൾ അങ്ങാടി മുളക് എന്ന് പറയും ചില സ്ഥലത്തേക്ക്, അങ്ങാടി മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നത് ഒരു ബ്രൗൺ നിറത്തിലാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. 2-3 വറ്റൽമുളകാണ് ഇട്ടത്. എന്നിട്ട് അത് ഇതിലേക്ക് വറവിടുക. ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ കറി. ഇത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ കറിയാണ്. നമ്മൾ ഭക്ഷണം ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ കറി ഉണ്ടാക്കിയാലും മതി. നല്ല ചൂടോടുകൂടി ഈ കറികളൊക്കെ കൂട്ടാൻ നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം മുരിങ്ങയുടെ ഇല എവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് മുരിങ്ങയുടെ ഇല. പ്രഷറിനായാലും എല്ലാത്തിനും നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണമുള്ള ഒരു ഇലയാണ്. അപ്പം നിങ്ങൾ ആരും കളയരുത്. നമ്മൾ ഇത് എടുക്കാനുള്ള പ്രയാസത്തോണ്ട് ആരും കളയരുത്. പിന്നെ കഴിയുന്നത് നമ്മൾ ഇളയ ഇല എടുക്കാൻ നോക്കുക. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള ഇല നമ്മൾ ഒഴിവാക്കുക. ഇതുപോലെ നിങ്ങൾ കറി വെച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.